ശ്രീരാജ് കൈമൾ ചേരുന്നുണ്ട്. ശ്രീരാജ്, കഴിഞ്ഞ ദിവസം രാത്രി മുഴുവനും ഈ വ്യോമാക്രമണം തുടരുകയാണ് ഇറാനും ഇസ്രായേലും. മാത്രമല്ല അതിൻ്റെ അലയൊലികൾ ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളും ഉണ്ടായി. പ്രത്യേകിച്ച് ദുബായ് പോലെയുള്ള മേഖലകളിൽ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുകയുണ്ടായി. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ രാത്രിയിലും ആശങ്കയോടുകൂടി കഴിഞ്ഞുപോയ രാത്രി തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിലവിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി യാത്രക്കാർക്കായി പുറപ്പെടുവിച്ചിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളും അറിയിപ്പുകളുമാണ്. അതിൽ വ്യക്തമാക്കുന്നത് രാജ്യത്തിനകത്ത് തന്നെയുള്ള വിമാനത്താവളങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് വിമാന സർവീസുകൾ പുനഃക്രമീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് ഈ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം ആവശ്യമുള്ള യാത്രക്കാർക്ക് ഭക്ഷണം, താമസ സൗകര്യം എന്നിവ ഒരുക്കിയെന്നും റീബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉറപ്പാക്കുമെന്നും UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കുന്നു. വിമാന സർവീസുകളുടെ സമയമാറ്റം സംബന്ധിച്ച വിവരങ്ങൾ അതാത് വിമാന കമ്പനികളെ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണമെന്നും ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ചാനലുകളിൽ നിന്നും വരുന്ന വാർത്തകളെ മാത്രം, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശം നൽകുന്നുണ്ട്. ഏതാണ്ട് 20,000-ലേറെ യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇതിനകം ലഭ്യമാക്കിയെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കുന്നു. ഇതാണിപ്പോൾ വന്നിട്ടുള്ള അവസാനം ലഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിവരം. നേരത്തെ ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ UAE-യിലെ വിവിധയിടങ്ങളിലേക്ക് കഴിഞ്ഞ രാത്രികളിൽ ആക്രമണ ശ്രമം ഉണ്ടായി. എല്ലാ ആക്രമണങ്ങളെയും കൃത്യതയോട് കൂടി തന്നെ പ്രതിരോധിക്കാനായി എന്നാണ് UAE വ്യക്തമാക്കുന്നത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാനായി സാധിച്ചു. ഒപ്പം ബുർജ് അൽ അറബ് എന്ന ദുബായിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ആഡംബര ഹോട്ടലിന് നേരെയുണ്ടായ ആക്രമണത്തെയും പ്രതിരോധിച്ചു. അവിടെ ഈ അവശിഷ്ടങ്ങൾ വീണ് ഒരു തീപിടുത്തം ഉണ്ടായി. അതും അധികം വൈകാതെ തന്നെ ആ തീപിടുത്തത്തെയും പ്രതിരോധിക്കാനായി സാധിച്ചു, അല്ലെങ്കിൽ തീപിടുത്തം തടയാനായിട്ട് സാധിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അബുദാബി വിമാനത്താവളത്തിലുണ്ടായ ആ സംഭവത്തിൽ ഒരു ഏഷ്യൻ വംശജൻ മരിക്കുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ലിജിൻ പറഞ്ഞതുപോലെ 137 ബാലിസ്റ്റിക് മിസൈലുകളും 209 ഡ്രോണുകളും UAE-ക്ക് നേരെ ആക്രമണത്തിനായി ഉപയോഗിച്ചു. ഇത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ UAE പ്രതിരോധിക്കുകയും ചെയ്തു. 132 മിസൈലുകൾ തകർക്കുകയും 5 എണ്ണം കടലിൽ പതിച്ചു എന്നാണ് UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. 195 ഡ്രോണുകൾ ട്രാക്ക് ചെയ്യാനായി. ഒപ്പം 14 എണ്ണം രാജ്യത്തിനകത്ത് ചിലയിടങ്ങളിൽ പതിക്കുകയും ചെറിയ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും പറയുന്നുണ്ട്. ബഹ്റൈനിൽ നിന്ന് വരുന്ന ഒരു പുതിയ വിവരം എന്നത് ബഹ്റൈനിലെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ദൃശ്യങ്ങൾ പകർത്തുകയും അനുമതിയില്ലാതെ സമൂഹ മാധ്യമ പേജുകളിൽ പങ്കുവെക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഈ അറസ്റ്റ്. ഈ ഒരു നിർദ്ദേശം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും വളരെ കർശനമായി തന്നെ അവിടെ താമസക്കാർക്കും പൗരന്മാർക്കും നൽകുന്നുണ്ട്. അതായത് വിവരങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. ഔദ്യോഗിക സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രമേ ആശ്രയിക്കാവൂ എന്നുള്ള നിർദ്ദേശം വളരെ തുടർച്ചയായി തന്നെ അതത് ഗൾഫ് രാജ്യങ്ങൾ പൗരന്മാർക്കും പ്രവാസികൾക്കും നൽകുന്നുണ്ട്. ഇതേ സമാനമായ രീതിയിലുള്ള നിർദ്ദേശം ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങളും ഇന്ത്യൻ കോൺസുലേറ്റുകളും ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സ്ഥാനപതി കാര്യാലയങ്ങൾ നൽകുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്തതിന്റെ പേരിലാണ് ബഹ്റൈനിലെ 2 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം വരുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രിയും ബഹ്റൈനിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നേരെയുള്ള ഒരു ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ ഗൾഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഏതാണ്ട് 16 പേർക്ക് ഈ ഉണ്ടായ ആക്രമണത്തിൽ ആകെ ഏതാണ്ട് 16 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് സാഹചര്യം പരിശോധിച്ചു വരികയാണെന്നും പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്നും കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഖത്തറിനെ ആക്രമിക്കാനായി ഇറാൻ ഉപയോഗിച്ചത് ഏതാണ്ട് 63 മിസൈലുകളും 11 ഡ്രോണുകളുമാണ്. ഇവയെല്ലാം വളരെ കൃത്യതയോടുകൂടി തന്നെ പ്രതിരോധിക്കാൻ സാധിച്ചുവെന്നും ഖത്തർ വ്യക്തമാക്കുന്നു. ഇതാണ് നിലവിൽ ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ. ലിജിൻ, എന്തായാലും ഈ സാഹചര്യങ്ങളെല്ലാം എത്രയും വേഗം അവസാനിച്ച് സമാധാനപൂർണമായ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ശ്രീരാജ്, ഒരു കാര്യം കൂടി, നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഈ വ്യോമഗതാഗതത്തിൻ്റെ കാര്യം. കാരണം നിരവധി വിമാനങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടു. വിമാനത്താവളത്തിനുമായി നിരവധി ആളുകളാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഒരു വ്യോമഗതാഗതവുമായി ബന്ധപ്പെട്ട സർവീസുകൾ വീണ്ടും തുടങ്ങുവാൻ വേണ്ടി എന്തെങ്കിലും കാര്യമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാണോ? ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അതാണ് ലിജിൻ. ഇപ്പോൾ നമുക്കിപ്പോൾ UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിലവിൽ നൽകുന്നത്. അല്പം മുമ്പാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാന സർവീസുകൾ പുനഃക്രമീകരിക്കാനും അതുപോലെ തന്നെ പ്രവർത്തനം പുനരാരംഭിക്കാനുമുള്ള ശ്രമങ്ങൾ വളരെ കാര്യമായ രീതിയിൽ തന്നെ UAE ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. UAE തന്നെയുള്ള മറ്റ് വിമാനത്താവളങ്ങളുമായി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്നാണ് നമുക്ക് ആ അറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ ആക്രമണത്തിന്റെ ഭാഗമായി വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയവർക്കും യാത്ര തടസ്സപ്പെട്ടവർക്കുമുള്ള സേവനങ്ങളെല്ലാം കൃത്യമായി തന്നെ ഏകോപിപ്പിക്കുകയും അവർക്കുള്ള ധനനഷ്ടം ഉൾപ്പെടെയുള്ള, അതായത് ടിക്കറ്റിന്റെ ഫെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ തന്നെ, അതായത് UAE ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് താമസ സൗകര്യം ഒരുക്കുക, ഭക്ഷണം ലഭ്യമാക്കുക, അതുപോലെ തന്നെ റീബുക്കിംഗ് പോലുള്ള ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം വളരെ സുഗമമായി പൂർത്തിയാക്കാനുള്ള സൗകര്യങ്ങളെല്ലാം UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അതാത് വിമാന കമ്പനികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 20,000-ലേറെ യാത്രക്കാർക്ക് ഇതിനകം തന്നെ ഈ തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കിയെന്നും UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച്, ഇപ്പോൾ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റിലും അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഒരു ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു. അതിനെ പ്രതിരോധിക്കാനായി അതിനെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലെ വിമാനയാത്രകളെ എത്രയും വേഗത്തിൽ തന്നെ പഴയ സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ പൂർവാധികം കൃത്യമായ സ്ഥിതിയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തിക്കാനുള്ള ഒരു ശ്രമം അതാത് വിമാന കമ്പനികളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് വ്യോമയാന മന്ത്രാലയങ്ങൾ നടത്തി തുടങ്ങി എന്നല്ലെങ്കിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ശ്രീരാജ്, എന്തായാലും വ്യോമ ഗതാഗതം എത്രയും പെട്ടെന്ന് തന്നെ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം നിരവധി യാത്രക്കാരാണ് അവിടെ കുടുങ്ങിക്കിടന്നതും അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തത്. ശ്രീരാജായിരുന്നു വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനേയി കൊല്ലപ്പെട്ട് എന്നത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇറാൻ